ഹലോ, നമുക്ക് ചെറിയൊരു സിമ്പിൾ ആൻഡ് ഗ്ലോയി മേക്കപ്പ് ലുക്ക് കണ്ടാലോ? ഇതിൻ്റെ ഷോർട്സൊക്കെ ഇട്ടപ്പോൾ കുറച്ച് പേര് എന്നോട് ചോദിച്ചേ ഐലൈനർ ട്യൂട്ടോറിയൽ ചെയ്യോ അല്ലെങ്കിൽ ലിപ്സ്റ്റിക് ഷെയ്ഡ് ഇതൊക്കെയാണ്. അപ്പോൾ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് നമ്മൾ കുറച്ച് നാളായിട്ട് ഈ വീഡിയോ ചെയ്ത് വെച്ചിട്ട് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ സ്ട്രോപ്പ് ക്രീം നൈക്കയുടെ റോസ് ഡയമണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആദ്യമേ തന്നെ യൂസ് ചെയ്യാം. നല്ലൊരു ഹെൽത്തി പിങ്ക് ടോൺ നമ്മുടെ സ്കിന്നിന് തരും കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ തന്നെ നമ്മൾ ആദ്യം സ്ട്രോപ്പ് ക്രീം അപ്ലൈ ചെയ്തത് ഞാൻ ഒത്തിരി പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ആദ്യം ഈ ഒരു സ്ട്രോപ്പ് ക്രീം യൂസ് ചെയ്തു, പിന്നെ മോയ്സ്ചറൈസർ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇത് തന്നെ നമുക്ക് മോയ്സ്ചറൈസർ ആയിട്ടിട്ടു, പിന്നെ സൺസ്ക്രീൻ ഇട്ടിട്ടില്ല. ഇതെല്ലാം നമ്മൾ സ്കിപ്പ് ചെയ്തു. രണ്ടാമത് നമ്മൾ ഫൗണ്ടേഷൻ ലാക്മേയുടെ ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. അപ്പം ഞാൻ കൈവച്ച് തന്നെയാണ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാറ്. സ്പോഞ്ച് ഉണ്ടായിരുന്നില്ല, അപ്പം കൈവച്ച് തന്നെ നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഐബ്രോ നമ്മുടെ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ അവിടെ മാത്രം ഒന്ന് ഡാർക്കൻ ചെയ്ത് കൊടുത്തു, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഞാൻ അധികം ഐബ്രോയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല, അത്യാവശ്യത്തിന് ഡാർക്ക് ആയതുകൊണ്ട് വരച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ദിഗംബരനെ പോലെ ഇരിക്കും. അപ്പോൾ ഞാൻ അധികം അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല. പിന്നെ നമ്മൾ ബ്ലഷ്, എൻ്റെ കയ്യിലുള്ള L80 ബ്ലഷ് തീർന്നു പോയി ഗൈസ്. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത് ഈ ഒരു മെബലൈൻ്റെ ഈ ഒരു റെഡ് ടോണിൽ വരുന്ന, അതിൻ്റെ പേര് ഞാൻ മറന്നേ, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതാണ് നമ്മൾ ഐ ഷാഡോയും അതുപോലെ തന്നെ ബ്ലഷൊക്കെ ആയിട്ടിട്ടത്. സത്യം പറയാം ഭയങ്കര ഡ്രൈ ആണ് കാര്യം, എങ്കിലും നമ്മളത് അഡ്ജസ്റ്റ് ചെയ്തു. എൻ്റെ ഐ ഷാഡോ പാലറ്റ് ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എങ്കിലും ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് നിങ്ങൾ നോക്കിക്കോളൂ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തേ ഇല്ല. അപ്പോൾ നമ്മൾ അപ്പർ സൈഡും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ, എനിക്ക് തോന്നുന്നത് ഇതുപോലെ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാതെ ഒരു നല്ല ലിക്വിഡ് ടിൻറ്റോ അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റിക്ക് ടിൻറ്റോ ഒക്കെ ഇറങ്ങുന്നുണ്ട്. ഞാൻ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ റിവ്യൂ ഇടാം കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മുഖം ഭയങ്കര റെഡിഷ് കളറായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ മേക്കപ്പ് കുളമാവുമെന്ന്. അങ്ങനെ ഞാൻ കുറേയൊക്കെ തൂത്ത് കളഞ്ഞ് എങ്ങനെയൊക്കെയോ ബ്ലെൻഡ് ചെയ്തെടുത്ത്. ബ്ലെൻഡ് ആവാനും ബുദ്ധിമുട്ടായിരുന്നു. ഇത് ഒരു ഡ്രൈ ടൈപ്പ് മാറ്റ് ടൈപ്പ് ആണല്ലോ. അങ്ങനെ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു രൂപത്തിൽ കിട്ടി കേട്ടോ. പിന്നെ നമ്മൾ സ്ട്രോപ്പ് ക്രീം, അതായത് നൈക്കയുടെ തന്നെ ഗോൾഡ് സഫയർ എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. അത് പിന്നെ ഞാൻ പറയണ്ടല്ലോ, നമ്മുടെ ഹൈലൈറ്റിംഗ് പോയിൻറ്റ്സിലൊക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക, അപ്ലൈ ചെയ്തിട്ട് ഐ ഷാഡോൻ്റെ മുകളിലും കൊടുത്തു. പിന്നെ ഹൈലൈറ്റിംഗ് പോയിൻറ്റ്സിലായിട്ടുള്ള ചീക്ക് ബോൺസിൽ, നോസ് ബ്രിഡ്ജിൽ, പിന്നെ നമ്മുടെ ലിപ്സിൻ്റെ ആ ഒരു മുകളിലൊക്കെ ആയിട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഐലൈനർ ട്യൂട്ടോറിയൽ ചോദിച്ചവർക്കാണ് ഇത്. പ്രത്യേകിച്ചൊന്നുമില്ല, ആദ്യം തന്നെ ജസ്റ്റ് ഒരു വിങ്സ് പോലെ ഇട്ട് കൊടുത്തു, ചെറിയൊരു വിങ്സ്. പിന്നെ നമ്മൾ സാധാരണ കണ്ണിൻ്റെ മുകൾ എഴുതുന്ന പോലെ തന്നെ എഴുതി കൊടുത്തു, അത്രേ ഉള്ളൂ കേട്ടോ. ഇതിൽ വേറെ ഒരു സ്പെസിഫിക് ആയിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. നോർമലായിട്ട് വളരെ ചെറിയൊരു വിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. മേ ബി നമ്മൾ ഐസ് കുറച്ച് പ്രൊജക്റ്റ് ആവാൻ വേണ്ടി ആ ഒരു ലിപ്സ്റ്റിക്കും ഐ ഷാഡോ പോലെയൊക്കെ ഇട്ടുമല്ലോ. പിന്നെ അതുപോലെ തന്നെ ഹൈലൈറ്റ് ചെയ്തു. അതൊക്കെ ആയിരിക്കാം ആ ഒരു കണ്ണിന് ആ ഒരു അട്രാക്ഷനും പിന്നെ ഐലൈനറൊക്കെ ഒന്നും കൂടെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മേക്കപ്പ് ഒരു ന്യൂഡ് ടൈപ്പ് മേക്കപ്പാണ്. അപ്പോൾ എന്തായാലും കണ്ണ് എഴുതുമ്പോൾ അത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. പിന്നെ ലിപ്സ്റ്റിക്ക് നമ്മൾ യൂസ് ചെയ്തത് അത് മെബലൈൻ്റെ ന്യൂഡ് നുവാൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡും, അതുപോലെ തന്നെ മേരി ജോക്കയുടെ 27 എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡും കൂടെ ഞാൻ മിക്സ് ചെയ്തെടുത്തതാണ് കേട്ടോ. അങ്ങനെ അതും കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ പൊട്ടും കൂടെ വെച്ചതോടെ നമ്മുടെ മേക്കപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഒരു രാധ ലുക്കാട്ടോ ഞാൻ മനസ്സിൽ കണ്ടത്. അപ്പോൾ ഈ ഒരു കമ്മലിട്ട് ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ആഡ് ചെയ്തേക്കാം. അങ്ങനെ നമ്മളൊരു നോസ് ചെയിനും കൂടി ഇട്ടപ്പോൾ ഈ ഒരു ലുക്ക് കിട്ടി. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. സാധാരണ എനിക്ക് മൂക്കുത്തിയും കാര്യങ്ങളൊന്നും ചേരാറില്ല, കാരണം എൻ്റെ മൂക്കിന് ചെറിയൊരു വളവുണ്ട്. അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു ചുട്ടിയും കൂടി ഇട്ട് കൊടുത്തു. ഇതെല്ലാം നമ്മൾ മീഷോന്നാട്ടോ വാങ്ങിയത്. എന്നിട്ട് നമ്മളൊരു വീഡിയോയും എടുത്തിട്ടുണ്ട്, അത് ഷോർട്സിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഇതായിരുന്നു എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം അതിനൊപ്പം തന്നെ ഞാനൊരു ഷോർട്സ് എടുത്തിട്ടുണ്ട്. ആ ഷോർട്സ് എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയതാണ്. അപ്പം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ, ബൈ.